പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു നിസായിലെ 1-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഹലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിന്റെ ഇണയെ അതിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുകയും അവരിൽ നിന്ന് ഇരുവരുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ഏതൊരു അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരുന്നത് അവനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. മരണാനന്തര ജീവിതത്തിൽ വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമായി ഇത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് പറഞ്ഞിടത്താണ് കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബന്ധങ്ങൾ കൂട്ടിയിണക്കുകയും ബന്ധുക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും കഴിയുന്നത്ര നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും അവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും കുടുംബ ബന്ധം ചേർക്കലിന്റെ ഭാഗമാണ്. ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കലും അവരിലെ രോഗികളെ സന്ദർശിക്കലും അവരിൽ ദരിദ്രരുണ്ടെങ്കിൽ അവരെ സഹായിക്കലും ക്ഷണം സ്വീകരിക്കലും അവർക്ക് ആതിഥ്യം അരുളലുമെല്ലാം അതിന്റെ ഭാഗമാണ്. അതുപോലെ അവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അതിൽ പങ്കാളികളാകുന്നത് പോലെ തന്നെ അവരുടെ വേദനകളിൽ നമുക്ക് ആശ്വാസമേകാനും കഴിയണം. തൗഹീദ്, സത്യസന്ധത, നമസ്കാരം, സൽസ്വഭാവം എന്നിവ പോലെ തന്നെ ഇസ്ലാമിന്റെ കാതലായ അടിത്തറകളിൽ പെട്ടതാണ് കുടുംബ ബന്ധവും. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ അംറുബിന് അൻബസ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചപ്പോൾ താങ്കൾ ആരാണ്, താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന് അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. കുടുംബബന്ധം ചേർക്കുന്നതിനും വിഗ്രഹങ്ങളെ തച്ചുടക്കുന്നതിനും യാതൊന്നിലും പങ്കു ചേർക്കാതെ അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കാനുമാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ പാലിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നവനെ അങ്ങോട്ട് ചെന്ന് കണ്ട് അവന്റെ കുടുംബബന്ധം അറ്റുപോകാതെ നമ്മോടൊപ്പം ചേർത്ത് നിൽക്കണം. മുറിഞ്ഞുപോയ കുടുംബബന്ധം യോജിപ്പിക്കുന്നവന് തക്കതായ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവന്റെ ദീർഘായുസ് വർദ്ധിക്കും, ഉപജീവന മാർഗത്തിൽ വിശാലതയുണ്ടാകും, പാപങ്ങൾ പൊറുക്കപ്പെടും, നരകം അവനിൽ നിന്ന് വിട്ടകലും, സ്വർഗം ലഭിക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും കുടുംബബന്ധം ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.